മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കുലുക്കമില്ലായ്മ അത് കേരള രാഷ്ട്രീയത്തിലുള്ള ബാക്കിയുള്ളവർ കണ്ടു പഠിക്കേണ്ട ഒരു മാതൃകയാണ്. എന്തോരം ആക്ഷേപങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. കോൺഗ്രസിലെ ആണെങ്കിൽ നിങ്ങൾ രാവിലെ നോക്കിയാൽ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങി ഒരു വലിയ നിര, പിന്നെ നാട്ടിൽ കിടക്കുന്ന കോൺഗ്രസിന്റെ സകലമാന പേരും നിരന്ന് നിന്ന് ഒരേ ഒരു വ്യക്തിയാണ് അധിക്ഷേപിക്കുന്നത്. ഇതിനോടൊപ്പം സുഡാപ്പികളുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്, ലീഗുണ്ട്. ഇവരെല്ലാം ആക്ഷേപിക്കുന്നതും അതിനെ വലിയ തലക്കെട്ടുകളാക്കി അല്ലെങ്കിൽ വാർത്തകൾ എന്ന പേരിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും അതൊന്നും കണ്ടിട്ട് ഒരു കുലുക്കമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വളരെ സൗമ്യനായി ചോദ്യങ്ങളെ നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു ശൈലി കേരള രാഷ്ട്രീയത്തിൽ മാധ്യമപ്രവർത്തകനായിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലം ഉണ്ടായിരുന്നു, അച്യുതാനന്ദന്റെ കാലം ഉണ്ടായിരുന്നു, ഇപ്പോൾ പിണറായിയുടെ 10 വർഷം. ഇതാണ് എൻ്റെ മാധ്യമപ്രവർത്തന കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിമാരെന്നുള്ള നിലയ്ക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടാകില്ല. നിരന്ന് നിന്ന് സകല പേരും അദ്ദേഹത്തിന് നേരെ അമ്പെയ്യുകയാണ്. അദ്ദേഹത്തെ വർഗീയ ചാപ്പ കുത്തുന്നവരുണ്ട്. അതായത് പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചില മതവിദ്വേഷിയാക്കി മാറ്റുന്ന രീതി പോലും വന്നിട്ടും അതിലെല്ലാം സ്വന്തം നിലപാടുകളിൽ ഉറച്ചു വിശ്വസിച്ച് താൻ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് തനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അക്കാര്യങ്ങളിലെല്ലാം പുറത്തു നിന്ന് എന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സകല ചോദ്യങ്ങൾക്കും ഈ എഴുത്തെല്ലാം എഴുതി പിടിപ്പിക്കുന്നവരുടെ മുന്നിൽ വന്നിരുന്ന് നെഞ്ചും വിരിച്ച് തല ഉയർത്തി നിന്ന് മറുപടി പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ഒന്നൊന്നര മുതലിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പിണറായി കേരള രാഷ്ട്രീയത്തിൽ വേറിട്ട വ്യക്തി എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. കേവലം 1-2 ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾ സതീശനെ നോക്കണം, എന്തൊരു അസ്വസ്ഥനാണ്. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ധിക്കാരിയും ധാർഷ്ട്യക്കാരനൊന്നുമല്ല. പക്ഷെ പിണറായി ഇപ്പോഴും ധിക്കാരിയും ധാർഷ്ട്യക്കാരനുമാണ്. ഇത്രയും ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടും വളഞ്ഞു നിന്ന് ആക്രമിച്ചിട്ടും വളരെ സൗമ്യഭാവത്തിൽ പ്രതികരണങ്ങൾ നടത്തുകയും ഇഷ്ടപ്പെടാത്ത കാര്യം എവിടെ വെച്ച് സംഭവിച്ചാലും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ജെനുവിനിറ്റി കാണിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയിട്ടും അയാൾ അതിനെ ഉരുക്ക് മനുഷ്യരെ പോലെ നിന്ന് നേരിടുന്നുണ്ടെങ്കിൽ അയാളുടെ കരുത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള ഒരു ശക്തി അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാകുള്ളൂ. താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബാക്കി എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതൊന്നും താൻ ചെയ്തിട്ടില്ലെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ മുതിരാത്ത ആ നിലപാടുണ്ടല്ലോ, അത് എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ്.